ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു നല്ല ഇതുവരെ ആരും ആക്കിനോന്നറിയില്ല അങ്ങനത്തെ ഒരു ഐറ്റമാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ 4 എണ്ണാന്ന് എടുത്തിട്ടുള്ളത്. അത് കഴുകി തോലെല്ലാം ചെത്തി നല്ല വൃത്തിയിലെടുത്തിട്ടുണ്ട്. അത് ബാക്കിയെല്ലാം ഞാൻ മുറിച്ചിട്ട് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ വെച്ചതാണ്. അപ്പോൾ അതിതാ ഇങ്ങനെ മുറിച്ചിടുക, ഇതേപോലെ മുറിച്ചിടുക. ഇതേപോലെ മുറിച്ചിടുക. എന്നിട്ട് ഇതിനെ വേവിച്ചിട്ട് എടുക്കണം. നമുക്ക് ഉപ്പ് ഇട്ട് വേവിച്ചിട്ടെടുക്കണം. ഇങ്ങനെ മുറിച്ചിടുക. എന്നിട്ടാണ് പരിപാടി തുടങ്ങുക. ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. കണ്ടല്ലോ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട്. എല്ലാം ഇതിൻ്റെ അകത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കട്ടെ. ഗ്യാസിൽ വെച്ചിട്ട് നമുക്കിവരെ വേവിച്ചെടുക്കാം. അടിഞ്ഞു പോകുമെന്നും ചെയ്യാറ്, വേവിച്ചിട്ടെടുക്കാൻ മതി. അപ്പോൾ ഇതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉരുളക്കിഴങ്ങിനുള്ള ഉപ്പ്. ഉരുളക്കിഴങ്ങിനുള്ള ഉപ്പിട്ട് കൊടുക്കും. അപ്പോൾ ഇനി ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് വെക്കാം. ഗ്യാസ് കത്തിച്ച് വെച്ചു. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഈ ഉരുളക്കിഴങ്ങിന് പിടിക്കാനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മളിതാക്കുമ്പോൾ പിന്നെ ഇനി മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പം ഇതിന് മാത്രം ഞാൻ കുറച്ചൊന്നും ഇട്ട് കൊടുക്കും. ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് ഇത് ഞാൻ വേവിക്കുന്നത്. ഇനി അടച്ചു വെക്കാം. അതവിടെ വേവട്ടെ. വെന്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന സാധനം ഇതിന് വേണ്ടുന്ന സാധനങ്ങളാണ് പച്ചമുളകുണ്ട്, മല്ലിച്ചപ്പ്, കറിവേപ്പില, സവാള. ഇത്രയും സാധനങ്ങൾ ഇതിനെടുത്തിട്ടുണ്ട്. പിന്നെ കടലപ്പൊടിയുണ്ട്, കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ആക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയാണ്. വടാന്നോ എന്ത് വേണ്ടിക്കലും അതിന് പേര് വിളിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ്. ഇപ്പോൾ 4 മണി പലഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ചായേൻ്റെ കൂടെ നല്ല ചൂടോടെ. അപ്പോൾ അത് വേവട്ടെ എന്നിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ. ഇനി അത് തണിയട്ടെ. അപ്പോൾ നമുക്ക് പൊടികളെല്ലാം ഇട്ട്, കടലപ്പൊടിയെല്ലാം ഇട്ട് റെഡിയാക്കി എടുക്കാം. കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. കാണുന്നില്ലേ? കുറച്ച് അരിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനാണ് അരിപ്പൊടി കുറച്ചാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മളെ സവാള, മല്ലിച്ചപ്പ്, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പം ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഒരുപാടൊന്നും എരിവാക്കുന്നില്ല. പച്ചമുളക് ഇട്ടുകൊണ്ട് കുറച്ച് മാത്രമേ ആക്കുന്നുള്ളൂ. കുറച്ച് മസാലപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ അതിന് രുചി കൂടും. കുറച്ച് മസാലപ്പൊടി, ഒരുപാടില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം രുചിയാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്യാം. പൊടികളെല്ലാം നമുക്ക് മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് തണിഞ്ഞ് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങിനെ നമ്മൾ ഇതിൻ്റെ അകത്താക്കിയിട്ട്
എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലേ, അതും കൂടി ഇട്ടതിൻ്റെ ശേഷം മാത്രമേ അതിനാവശ്യത്തിനുള്ള ഇതിട്ടിട്ട് റെഡിയാക്കൂ. അപ്പം ഇങ്ങനെ നോക്കട്ടെ, അത് തണിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് റെഡിയാക്കാം. അപ്പം ഞാനിത് ഈ പൊടീൻ്റെ അകത്തേക്ക് തട്ടി കൊടുക്കുന്നുണ്ടേ. ഓക്കെ, എല്ലാം ഒന്ന് മിക്സ് ചെയ്യാന്നിട്ട്. ഇപ്പം കുറച്ച് ചൂടുണ്ടതിന്, ചൂടൊന്ന് ഇതായിട്ട് കിട്ടും. അതന്നെ പരിപാടി, ഇതന്നെ. അപ്പം ഇതെങ്ങനെയൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കും. ശരിക്കും നമുക്ക് കുഴച്ചെടുക്കണം, ഇത് ആയിനില്ല. കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് ഈ പൊടികളെല്ലാം നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടാണ് നമുക്കിത് ചുട്ടെടുക്കേണ്ടത്. വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കുടഞ്ഞിട്ട് ആവശ്യത്തിന് കുടഞ്ഞിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. എന്നിട്ട് വേണം കുഴച്ചെടുക്കാൻ. കണ്ട, ഇതാ അടിപൊളിയായിട്ട് കുഴഞ്ഞ് കിട്ടുക. നേരം കുറച്ച് വെള്ളം ഒഴിച്ച് കുടഞ്ഞ് എടുക്കുക. അതാണ് പരിപാടി. അപ്പം ഞാനിതെല്ലാം കുഴച്ചെടുത്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ. ഇനി നമുക്ക് ഓരോ ബോളാക്കിയിട്ട് ഇത് ഉരുട്ടിയെടുക്കണം. അപ്പോൾ വെന്ത സാധനമാണല്ലോ. ഇതാ എന്നിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കുക വേണ്ടത്. ഇങ്ങനെ ആരെങ്കിലും ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. കണ്ടല്ലോ. അപ്പം ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഉരുട്ടിയെടുത്തെല്ലാം നല്ല ക്ലിയർ ആക്കിയിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടണേ. നമ്മളും ചെയ്തിട്ടുണ്ടെന്ന്. ചെയ്തിട്ടില്ലെങ്കിൽ അതും കമൻ്റ് ഇടണേ. അപ്പം എൻ്റെ വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് തരണം. കണ്ട, നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചായയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടോടെ ഇതേപോലത്തെ ഓരോന്ന് ചായേൻ്റെ കൂടെ കഴിക്കാം. വേറെ ഞാൻ എണ്ണയും ഇതൊന്നും തൊട്ടിട്ടൊന്നുമില്ലേ, ഒന്നും തൊടാണ്ട് തന്നെ ഇതാ അതിൻ്റെ പാകത്തിന് നമ്മൾ കുഴച്ചെടുത്താൽ മതി. വെള്ളം കൂടിപ്പോറ് കുഴക്കുമ്പോൾ അത്രയേ ഉള്ളൂ. വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വിചാരിച്ച പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെയുണ്ടൊരു കുഴപ്പം. ഇല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കോളും. കേട്ടോ, ഇതേപോലെ തന്നെ ഉരുട്ടി ഇങ്ങനെ കിട്ടും. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നല്ല വണ്ണത്തിലാക്കുക. ചെറിയ തോതിൽ മതിയെങ്കിൽ ചെറിയ തോതിൽ, അല്ല പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കിയാൽ മതി. അപ്പോൾ അത് എണ്ണയിലിട്ടിട്ട് നമുക്ക് വേഗം വറുത്ത് കോരിയെടുക്കാം. നല്ല അടിപൊളി സ്നാക്സാണ്. പൊട്ടറ്റോ ഇങ്ങനെയാക്കിയിട്ട് ആരും ആക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ വേവിച്ച് ഉടച്ചിട്ടെല്ലാം ആക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. ഇത് ഉടക്കൊന്നും ചെയ്യാണ്ട് അതേപോലെ തന്നെ എടുത്തിട്ടാണ് ആക്കുന്നത്. കണ്ട, അതുകൊണ്ട് ഇതാ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കഷ്ണമായിട്ട് ഇങ്ങനെ ഉണ്ടാവും വെന്ത സാധനം. കണ്ടില്ലേ? ഇതാ ഉടക്കുന്നില്ലല്ലോ ഇതിനെ, ഉടക്കാണ്ട് എടുക്കുന്നതല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ആക്കിനോന്ന് അറിയില്ല. ആക്കിയിട്ടുണ്ടാവും, പക്ഷെ ഇങ്ങനെ ആക്കിനോന്ന് അറിയില്ല അല്ലേ. അപ്പം എല്ലാം എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കാം. ഇങ്ങനെ ആക്കാത്തവരുണ്ടെങ്കിൽ എല്ലാം ആക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ കാഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പൊട്ടറ്റോ ഉണ്ടല്ലോ
അത് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ വലിയ ഇത് വെച്ചുകൊണ്ട് നമുക്ക് നിറച്ചും വെച്ച് കൊടുക്കാം അതിൻ്റെ അകത്തേക്ക്. അപ്പം ഇനി ആയിട്ടാകുമ്പോൾ നമുക്ക് തിരിച്ചിടാം. അപ്പം എല്ലാം തിരിച്ചിട്ട് കൊടുക്കട്ടെ. നല്ലോണം മൊരിയിച്ചിട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ അങ്ങനെയല്ല ഇവിടുന്നാട്ട് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കണ്ട. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നിന്ന് അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ആക്കിയെടുത്താൽ മതി. ഉരുളക്കിഴങ്ങ് വെന്തതാണല്ലോ. പിന്നെ നമ്മളെ കടലപ്പൊടി അരിപ്പൊടിൻ്റെ ഇത് വേവ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ ആദ്യത്തെ ബാച്ചായിട്ടുണ്ട്. ഞാനതിനെ വാങ്ങുന്നുണ്ട്. ആദ്യം ഞാൻ ഇട്ട് കൊടുത്തത് ഇതാ. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതും അതേപോലെ ഞാൻ ഇട്ടിട്ട് ആക്കിയെടുക്കട്ടെ. ഇനി എല്ലാം ആക്കി വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ് എല്ലാം ആയിട്ടുണ്ട്. നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാം എടുത്തിട്ട് കാണിച്ചു തരാം. തീ ഞാൻ ഓഫാക്കി. അപ്പോൾ ഓക്കെ, അതെല്ലാം ഞാൻ വാങ്ങി. നല്ല അടിപൊളി പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ ഇതേ വെറൈറ്റി ആയിട്ടുള്ള നമ്മളെ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, സൂപ്പർ. നല്ല മൊരിഞ്ഞ് ഉള്ളു നല്ല സോഫ്റ്റ് പോലെയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇതേപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.